വിചാരധാരയുടെ ഒരു പുതിയ ഭാവത്തിലേക്ക്, കഥയിലേക്ക്, ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെപ്പോഴും അഭിപ്രായങ്ങളെ സ്വീകരിക്കുന്നവരാണ്. ഒരുപക്ഷെ അഭിപ്രായങ്ങൾ ഒരു പരിധിവരെ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നത് ഒരു പരിധിവരെ വളരെ നല്ലതുമാണ്. എന്നാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ നാം സ്വയമായി ഒന്ന് ചിന്തിക്കുന്നതും കൂടി നന്നായിരിക്കും. അത് അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വന്തമായി ചിന്തിക്കാതെ മറ്റുള്ളവരുടെ അഭിപ്രായം മാത്രം ശ്രവിക്കുന്നവർക്കുണ്ടാകുന്ന പരാജയത്തെക്കുറിച്ചിട്ടുള്ള ഒരു കഥ ഞാൻ ഈയിടെ വായിച്ചിട്ടുണ്ടായി. ഒരു മത്സ്യപീടിക വാങ്ങിയ ഒരാൾ അതിന്റെ മുമ്പിൽ ഒരു പുതിയ ബോർഡ് വെച്ചു. ഫ്രഷ് ഫിഷ് സോൾഡ് ഹിയർ. പുതിയ മത്സ്യം ഇവിടെ വിൽക്കപ്പെടും. അങ്ങനെ അദ്ദേഹം അവിടെ കട തുടങ്ങി. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അവിടെ എത്തിയിട്ട് ചോദിച്ചു, എന്തിനാണ് സഹോദര ഈ ഫ്രഷ് എന്ന് വെച്ചിരിക്കുന്നത്? ഇവിടെ പുതിയതല്ലാതെ പഴയ മത്സ്യമല്ലല്ലോ വിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ആ പുതു എന്ന വാക്ക് മാച്ചു കളഞ്ഞു. പിന്നീട് കുറച്ചു ദിവസം എത്തിയപ്പോ വേറൊരാളെത്തി. ഇവിടെ എന്തിനാ ഈ വിൽക്കപ്പെടുമെന്ന് എഴുതുന്നത്? ഇവിടെ വരുന്ന ആർക്കും അറിയാം ഇവിടെ മത്സ്യം തന്നെയാണ് കൊടുക്കുന്നത്. ആ കച്ചവടക്കാരൻ ആ നിർദ്ദേശവും സ്വീകരിച്ചു. വിൽക്കപ്പെടുന്ന എന്ന വാക്കും മാറ്റി കളഞ്ഞു. കുറച്ചു നാളിന് ശേഷം മൂന്നാമതൊരാൾ കടന്നു വന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശം ഇങ്ങനെയായിരുന്നു, ഇവിടെ എന്ന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെയല്ലേ മത്സ്യം കിട്ടുന്നത്, അതിവിടെ വരുന്ന ആർക്കും അറിയാവുന്ന ഒരു കാര്യം. പിന്നെ എന്തിനാണ് താങ്കൾ ഇവിടെ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്? ഈ കച്ചവടക്കാരൻ അവസാനം ആ വാക്കും മാറ്റി കളഞ്ഞു. പിന്നീട് അവശേഷിക്കുന്നത് ഒരേ ഒരു വാക്ക് മാത്രം, മത്സ്യം. അപ്പോൾ ഒരു സ്കൂൾ വിദ്യാർത്ഥി അവിടെ എത്തി. അവർ ചോദിച്ചു, എന്തിനാണ് ഈ താങ്കൾ മത്സ്യം എന്ന് എഴുതി വെച്ചത്? ഇവിടെയാണ് മത്സ്യമാണ് വിൽക്കുന്നതെന്ന് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ ആ വാക്കിന്റെ പ്രസക്തി എന്താണെന്ന്. ഇതുകൂടി കേട്ടതോടുകൂടി അയാൾ ആ ബോർഡ് വലിച്ചെറിഞ്ഞു. നാം മറ്റുള്ളവരുടെ വാക്ക് മാത്രം കേട്ട് സ്വയമായി ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യാതിരുന്നാൽ വരുന്ന ഒരാളുടെ അനുഭവമാണ് ഈ കഥ വെളിപ്പെടുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വാഗതം ചെയ്യണം, തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യണം. അതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടോ എന്ന് നാം സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സ്വന്തമായി ചിന്തിച്ച് വിലയിരുത്താതെ നാം മറ്റുള്ളവരുടെ വാക്കുകൾ മാത്രം കേൾക്കുന്ന ഒരു ഗതികേടിലേക്ക് ആവരുത്. ഒരുപക്ഷെ പലരും ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ ആരോ പറഞ്ഞു കേട്ട, അവർ നൽകിയ ആശയങ്ങൾ അനുസരിച്ചാണ് സംരംഭം തുടങ്ങുക. പക്ഷെ ആ സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് ആ സംരംഭം തനിക്ക് യോജിച്ചതാണോ എന്നും, നാം സംരംഭം ചെയ്യുന്നയിടത്ത് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കച്ചവടം ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നൊന്നും ചിന്തിക്കാതെ മറ്റുള്ളവർ പറയുന്ന കേട്ട് ലക്ഷങ്ങൾ ചെലവാക്കി അവസാനം 2-3 മാസം കഴിയുമ്പോൾ ആ കച്ചവട സ്ഥാപനം ഷട്ടറിടുന്ന ഒരു ദയനീയ സ്ഥിതിയിലേക്ക് എത്തുന്നു. എപ്പോഴും നാം ചിന്തിക്കണം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ നാം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം അത് സ്വയമായി ചിന്തിച്ച് തനിക്ക് യോജിച്ചതാണോ എന്നുകൂടി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ എന്ന് മാത്രം ആ ആശയം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിചാരധാര ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. ഇത് ശ്രവിച്ച എല്ലാവർക്കും കൈപ്പള്ളി വിഷ്ണുവിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.